പുഷ്പയ്ക്കും വീരപ്പനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പുഷ്പയുടെ ഡയറക്ടർ സുകുമാർ വീരപ്പന്റെ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ പുഷ്പ എഴുതിയത്? 39 വയസ്സുള്ള ഒരു കൊമ്പം മീശക്കാരൻ, അയാൾക്ക് ഒരു പെൺകുട്ടിയോട് അഗാധമായ പ്രണയം. ആ പെൺകുട്ടിക്ക് വയസ്സ് വെറും 15. അങ്ങനെ ഈ പെൺകുട്ടി പോകുന്ന വഴിയിലെല്ലാം ഇയാള് ഈ പെൺകുട്ടിയെ കാത്തു നിൽക്കും, തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ. അങ്ങനെ ഒരു ദിവസം അയാള് ആ പെൺകുട്ടിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷെങ്കിൽ ആദ്യമൊക്കെ ഈ പെൺകുട്ടി ആ പ്രണയം നിരസിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ പെൺകുട്ടിക്കും അയാളെ ഇഷ്ടമായി. അങ്ങനെ 39-കാരന് 15 വയസ്സുള്ള ഭാര്യ. എന്നാൽ ഈ 39-കാരന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അയാളൊരു സാധാരണക്കാരനല്ലായിരുന്നു. സൗത്ത് ഇന്ത്യയെ മൊത്തം വിറപ്പിച്ച ആനവേട്ടക്കാരനായ കാട്ടുകള്ളൻ വീരപ്പനായിരുന്നു അത്. ഹബീബി, കം ടു മൈ ചാറ്റ്. നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ വീരപ്പന്റെ കഥ പറയാനാ പോന്നേന്ന്. എന്നാൽ അതല്ല. കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ മൊത്തം കാത്തിരുന്ന പുഷ്പ ദ റൂളർ റിലീസ് ആവുകയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് പുഷ്പ 1, കാട്ടുകള്ളനായ ചന്ദനക്കടത്തുകാരനായ പുഷ്പയുടെ കഥ. പക്ഷേ എനിക്ക് പുഷ്പ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് തോന്നിയ ഒരു സംശയമാണ്, ഈ പുഷ്പയ്ക്കും വീരപ്പനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി പുഷ്പയുടെ ഡയറക്ടർ സുകുമാർ വീരപ്പന്റെ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ പുഷ്പ എഴുതിയത്? ഇത് പുഷ്പയാടാ, പുഷ്പരാജ്. കാരണം പുഷ്പയുടെയും വീരപ്പന്റെയും കഥകൾക്ക് ഒരുപാട് സാമ്യതകളുണ്ട്. ചന്ദനക്കടത്തുകാരനാണെങ്കിലും പുഷ്പയ്ക്കും ഒരു പ്രണയമുണ്ടായിരുന്നു, ശ്രീവള്ളി. അതേപോലെ തന്നെയാണ് നമ്മുടെ വീരപ്പനും മുത്തുലക്ഷ്മി. ഇനി കഥയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പുഷ്പ ഫസ്റ്റ് പാർട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് പുഷ്പയായിട്ട് അഭിനയിച്ച അല്ലു അർജുന്റെയും നമ്മുടെ ഭഗത് ബാസിന്റെയൊക്കെ മാസ്മരിക പെർഫോമൻസ് ഒക്കെ കണ്ട് നമ്മൾ വണ്ടർ അടിച്ചിട്ടാണ് നമ്മൾ തിയേറ്റർ വിട്ടത്. അതേപോലെ തന്നെ പുഷ്പ 2 അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു പുഷ്പ 2 കാണാൻ വേണ്ടി. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ പുഷ്പ 2 റിലീസ് ആവുകയാണ് നാളെ. അപ്പൊ എന്താണ് സുകുമാർ പുഷ്പ 2 നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്? എന്തായാലും അല്ലു അർജുന്റെയും ഫഹദ് ഫാസിലിന്റെയും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയായിരിക്കും. അതേപോലെ ഫൈറ്റുകളും റൊമാൻസും അങ്ങനെ എന്ന് വേണ്ട ഫുൾ ഓൺ പാക്കേജ് ആയിരിക്കും പുഷ്പ 2 എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് വീരപ്പനെയും പുഷ്പയും തമ്മിലാണ്. അപ്പം ഞാൻ ആദ്യം വീരപ്പന്റെ ഒരു സ്റ്റോറിയിലോട്ട് പോകുന്നു. പുഷ്പയുടെ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. വീരപ്പൻ, അതായത് കൂസ് മുനുസ്വാമി എങ്ങനെയാണ് കാട്ടുകള്ളനായ വീരപ്പനായി മാറിയത് എന്നുള്ളതാണ്. 184 മനുഷ്യരുടെ ജീവനെടുത്ത കൊലപാതകങ്ങൾ, അതിൽ പകുതിയും പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും, അതായത് കാക്കിയിട്ടവർ. 2000-ലധികം ആനകളെ കൊന്ന് 16 കോടിയിലധികം വില വരുന്ന അവയുടെ കൊമ്പുകളുടെ ശേഖരം, 6500 കിലോ വരുന്ന 143 കോടിയുടെ ചന്ദനത്തടികൾ, ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് 5 കോടി ഇനാം. ഇതൊക്കെ ഒരൊറ്റ മനുഷ്യന്റെ പേരിൽ രേഖപ്പെടുത്തിയതാണ്. ആ മനുഷ്യന്റെ പേരാണ് കൂസ് മുനുസ്വാമി വീരപ്പൻ. ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായില്ലേ പുഷ്പയ്ക്കും വീരപ്പൻ തമ്മിൽ എവിടെയൊക്കെയോ ഒരു സാമ്യം ഉണ്ടെന്ന്. കാരണം പുഷ്പയെ പോലെ തന്നെ ആയിരുന്നു വീരപ്പന്റെയും ഏറെക്കുറെയൊക്കെ തുടക്കം. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് കാട്ട് കള്ളനായി മാറുകയാണ് ചെയ്തത്. ചന്ദനത്തടി കടത്തുകാരൻ, ആനവേട്ടക്കാരൻ. അതേപോലെ തന്നെയാണ് പുഷ്പയും ചെയ്യുന്നത്. ആദ്യം ഒരു ജോലിക്കാരനായി തുടങ്ങി, പിന്നീട് സ്വന്തമായി ചെറിയ രീതിയിൽ ബിസിനസ് ചന്ദനത്തടി കടത്താൻ തുടങ്ങുന്നു. പിന്നെ അങ്ങനെ വളർന്ന് വലിയ ഒരു പ്രസ്ഥാനമായി മാറുകയാണ് പുഷ്പ. അതായത് പുഷ്പ പറയുന്നതിന്റെ കൂട്ട് പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ, താഴത്തില്ലടാ. പുഷ്പരാജ്.
ഒരുപക്ഷെ വീരപ്പന് നമ്മുടെ പുഷ്പയെ പോലെ തന്നെ മാസ് ഡയലോഗുകളൊക്കെ ഉണ്ടായിരിക്കും. കാര്യം വീരപ്പന് നല്ല കൊമ്പം മീശയല്ലേ. ചിലപ്പോൾ വീരപ്പൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും താരത്തിലടാ കൊമ്പം മീശ എന്ന് വെച്ചിട്ട് വീരപ്പൻ ഇങ്ങനെ പിരിച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് വന്നിട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം വീരപ്പനെ കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സ്ട്രീം ലെവൽ ക്രിമിനലിന്റെ കഥകളായിരിക്കാം. ഒരുപക്ഷെ ചിലപ്പം ഈ പറയുന്ന പുഷ്പയെ പോലെ തന്നെ വീരപ്പനും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിരിക്കാം, നമ്മൾക്കറിയില്ല. കാര്യം നമ്മളെല്ലാം വാർത്തകളും മീഡിയകളും പറയുന്നതാണ് വിശ്വസിച്ചിരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലാണ് വീരപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ വീരപ്പൻ സ്വന്തമായിട്ട് എന്താ പറയാ വീരപ്പന്റെ കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി വീരപ്പൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുറന്നായിരിക്കും. ഹലോ ഗൈസ്, ഞാൻ കൂസ് മുനുസ്വാമി വീരപ്പൻ, ഞാൻ എന്ന് പറയാൻ പോകുന്നത് എന്റെ ആനവേട്ടയെ കുറിച്ചാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപക്ഷെങ്കിൽ വീരപ്പൻ ഇന്ന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതായിരുന്നു വീരപ്പൻ യൂട്യൂബ് ചാനൽസ്. അപ്പോ നമുക്ക് കുറച്ചു കാലം പുറകോട്ട് പോകാം, എന്നിട്ട് തിരിച്ചു വരാം. 1934 കർണാടകയിലെ മഹാനദിയായ കാവേരി നദിയില് ബ്രിട്ടീഷുകാർ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നു. അവർ അതിന് സ്റ്റാൻലി റിസർവോയർ എന്ന് പേരും കൊടുത്തു, ഇന്നത്തെ മേട്ടൂർ ഡാം. അങ്ങനെ ഈ ഒരു അണക്കെട്ട് വന്നതോടുകൂടി ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ വന്നുകൂടി. അങ്ങനെ ഇതിനടുത്തുള്ള ഗോപീനന്ദം എന്ന ഗ്രാമത്തിലും ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1952 ജനുവരി 18 കൂസ് മുനുസ്വാമി പുലിത്തായമാൽ ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമനായി വീരപ്പൻ എന്ന കൊച്ചു പയ്യൻ ജനിച്ചു. വനാതിർത്തിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതവും എല്ലാം വീരപ്പന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അതിസമർത്ഥനായ ഒരു ഷാർപ്പ് ഷൂട്ടറായി വീരപ്പൻ മാറി. നിങ്ങൾക്കറിയാമോ, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടുന്ന കുരങ്ങന്മാരെ വെടിവെച്ചിട്ടായിരുന്നു വീരപ്പന്റെ തുടക്കം. അങ്ങനെ കൊച്ചു വീരപ്പൻ വളർന്നു വന്നു, കൗമാരക്കാരനായ വീരപ്പൻ കാട്ടുകൊള്ളക്കാരനായ തന്റെ ബന്ധു കൂടിയായ സാൽവായി ഗൗണ്ടറുടെ സംഘത്തിൽ ചേർന്നു. കൗമാരക്കാരനായ വീരപ്പൻ അയാളുടെ 14-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ആനവേട്ട നടത്തിയെന്നും പിന്നീട് 17-ാമത്തെ വയസ്സിൽ ആദ്യത്തെ മനുഷ്യക്കൊലയും നടത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1970 കൗമാരക്കാരനായ വീരപ്പൻ വളർന്നു. ആ വളർച്ചയിൽ അയാളുടെ കുപ്രസിദ്ധിയും വളർന്നു. അങ്ങനെ 1970 അയാൾ ഒരു കുപ്രസിദ്ധനായ ആനവേട്ടക്കാരനും കള്ളക്കടത്തുകാരനുമായി മാറി. ശരിക്കും 1970 മുതലുള്ള വീരപ്പന്റെ ജീവിതവും അതേപോലെ തന്നെ പുഷ്പയുടെ ജീവിതവും നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് വീരപ്പൻ 1970 മുതൽ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ആനക്കൊമ്പുകളാണ് വിദേശത്തേക്ക് കടത്തിയത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പുഷ്പയും. എന്നാൽ പുഷ്പ കടത്തിയത് ആനക്കൊമ്പുകളായിരുന്നില്ല, മറിച്ച് ചന്ദനത്തടികളായിരുന്നു. കോടികളുടെ ചന്ദനത്തടികൾ വിദേശത്തേക്ക് കടത്തി. അങ്ങനെ പുഷ്പ ഒരു ബ്രാൻഡായിട്ട് മാറി, പുഷ്പ എന്ന ബ്രാൻഡായിട്ട്. എന്നാൽ ഇവരുടെ ഈ വളർച്ചയ്ക്കിടയിലും രണ്ടു കൂട്ടർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, പ്രണയം. പുഷ്പയ്ക്ക് ശ്രീവല്ലിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീരപ്പന് മുത്തുലക്ഷ്മി. ഇവർ രണ്ടുപേരും എത്ര വലിയ കാട്ടുകള്ളന്മാരായിരുന്നുവെങ്കിലും അവരുടെ പ്രണയത്തിൽ അവർ തീർത്തും റോമിയോമാരായിരുന്നു. അങ്ങനെ പ്രണയവും കൊള്ളയും കൊലയും ചന്ദനക്കടത്തും ആനക്കൊമ്പുവേട്ടയും എല്ലാമായി ഈ രണ്ടു കൂട്ടരും വിരാജിച്ച് നടന്നു. അങ്ങനെ വീരപ്പൻ സത്യമംഗലം കാട് വിറപ്പിച്ച കാട്ടുകള്ളനായി മാറി. കർണാടക പോലീസിനും തമിഴ്നാട് പോലീസിനും നിരന്തരം തലവേദനയായി മാറി. അങ്ങനെ അവർ തീരുമാനിക്കുന്നു വീരപ്പനെ ഒതുക്കണം. അങ്ങനെ വീരപ്പൻ അസാസിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. അങ്ങനെ ആനവേട്ടയും ചന്ദനക്കടത്തുമായി നടന്ന വീരപ്പൻ ഒന്ന് തീരുമാനിക്കുന്നു, ആളുകൾ ഭീതി ഉണ്ടാക്കണം, അല്ലെങ്കിൽ തനിക്ക് കുറച്ചുകൂടി ഫേമസ് ആണ്. അതിന് അയാൾ തെരഞ്ഞെടുത്തത് ഏതെങ്കിലുമൊക്കെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പ്രമുഖരായ വ്യക്തിയെ തട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതായിരുന്നു. ആദ്യം അതിനായി വീരപ്പൻ തെരഞ്ഞെടുത്തത് MK സ്റ്റാലിനെ ആയിരുന്നു. അതായത് ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ആയിരുന്നു. എന്നാൽ അതീവ സെക്യൂരിറ്റി ഉള്ള MK സ്റ്റാലിന്റെ അടുത്തുപോലും വീരപ്പന് എത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒടുവിൽ വീരപ്പൻ തീരുമാനിച്ചു കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടു പോകാമെന്ന്. അങ്ങനെ അയാളുടെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു വാർത്ത ഇന്ത്യയിൽ തന്നെ ബ്രേക്കിംഗ് ന്യൂസുകളായിരുന്നു. അങ്ങനെ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനു വരെ വിള്ളൽ വന്നു. അങ്ങനെയാണ് തമിഴ്നാട് സർക്കാർ വീരപ്പനെ വധിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുവേണ്ടി അവരൊരു ഫോഴ്സിനെ രൂപീകരിച്ചു. അങ്ങനെ വീരപ്പൻ അസാസിനേഷന് നേതൃത്വം നൽകിയത് IPS ഓഫീസറായ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. അങ്ങനെ IPS ഓഫീസറായ K വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം തന്നെ വീരപ്പനെ വധിക്കാനുള്ള ലക്ഷ്യവുമായി സത്യമംഗലം കാട്ടിലേക്ക് യാത്ര തുടങ്ങി. ഇതാണ് വീരപ്പന്റെ സ്റ്റോറിയുടെ ആദ്യ പകുതി. ഇനി നേരെ പുഷ്പയിലോട്ട് വരാം. പുഷ്പയിലും കഥ ഏറെക്കുറെ സമാനമായിരുന്നു. ചന്ദനക്കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച് നിയമത്തെയും പോലീസിനെയും സർക്കാരിനെയും എല്ലാം പുഷ്പ തന്റെ വരുതിക്കുള്ളിലാക്കിയിരുന്നു. എന്നാൽ പുഷ്പയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത്
ബൻവീർ സിംഗ് ഷെഖാവത്ത് IPS വന്നതോടുകൂടിയാണ്. എന്നാൽ പുഷ്പയുടെ പണത്തിനും സ്വാധീനത്തിനൊന്നും അയാളെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ പുഷ്പയും ബൻവീർ സിംഗും നേർക്കുനേർ ഏറ്റുമുട്ടുന്നിടത്ത് പുഷ്പ 1 സുകുമാർ നിർത്തി. പുഷ്പ 2വിനായിട്ട് കാത്തിരിക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞു. നമുക്ക് K വിജയകുമാറിനെ ബൻവീർ സിംഗുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെങ്കിൽ വിജയകുമാർ സത്യമംഗലം കാട്ടിപ്പോയി വീരപ്പനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമായി വലിയൊരു യുദ്ധമൊക്കെ നടത്തി അവസാനം വീരപ്പനെ വെടിവെച്ച് കൊന്നതുപോലെ പുഷ്പ 2വിൽ ബൻവീർ സിംഗ് പുഷ്പയുമായി വലിയൊരു ഏറ്റുമുട്ടലൊക്കെ നടത്തി പുഷ്പയെ ബൻവീർ സിംഗ് വീരപ്പനെ K വിജയകുമാർ വധിച്ചതുപോലെ പുഷ്പയെ വധിക്കുമോ? അങ്ങനെ പുഷ്പ 2വിൽ ബൻവീർ സിംഗ് പുഷ്പയെ വധിച്ചാൽ നമുക്ക് വേണേ പറയാൻ വീരപ്പന്റെ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് സുകുമാർ പുഷ്പ എഴുതിയെന്ന്. അങ്ങനെ സംഭവിച്ചാൽ വീരപ്പന്റെ മരണശേഷം വീരപ്പന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന മുത്തുലക്ഷ്മിയെ പോലെ പുഷ്പയുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ശ്രീവല്ലിയെ സിനിമയുടെ ടെയിലെൻഡിൽ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കും. ഊഹാപോഹങ്ങൾക്കും താരതമ്യപ്പെടുത്തലുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് എന്തായാലും നാളെ മുതൽ പുഷ്പ തിയേറ്ററുകളിൽ റൂൾ ചെയ്തു തുടങ്ങും. നമുക്ക് കാത്തിരുന്ന് കാണാം പുഷ്പയ്ക്കും ബൻവീർ സിംഗിനും എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.